ആശ്വാസധാരയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ മാർ ജോസ് പുളിക്കൽ പിതാവേ സ്വാഗതം. ഇന്ന് സൺഡേ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. പിതാവ് കുറേ നാളുകൾ സൺഡേ സ്കൂളിൻ്റെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ മേഖലയിൽ ഒരുപാട് പ്രായോഗികമായ അറിവുള്ള ആളാണ്. ഈ ചോദ്യം ഒരു 25 കൊല്ലം സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്ന ഒരാളുടേതാണ്. കത്തിങ്ങനെയാണ്: ഞാൻ 25 വർഷമായി സൺഡേ സ്കൂൾ അധ്യാപകനാണ്. ഒരു വിശ്വാസ ജീവിത പരിശീലകൻ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഒത്തിരി സങ്കടങ്ങളുണ്ട്. 12 വർഷം വേദപാഠം പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ പലരും സഭയോടോ ദൈവത്തോടോ ബന്ധമില്ലാതെ ജീവിക്കുന്നത് ഞാൻ കാണുന്നു. ജീവിതത്തിൽ പകർത്താത്ത പല വിഷയങ്ങളുമാണോ അവിടെ പഠിപ്പിക്കുന്നത്? അടിസ്ഥാനപരമായി കുറച്ചുകൂടി പ്രായോഗികമായി വിശ്വാസ ജീവിത പരിശീലനം അതിൻ്റെ നിലവാരം ഉയർത്തേണ്ടതല്ലേ? ഇതാണ് ചോദ്യം. ഒരു അധ്യാപകൻ്റെ തന്നെ ആത്മപരിശോധനയായിട്ട് ഇതിനെ കാണാൻ പറ്റുന്നതിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. 25 വർഷമായിട്ട് സൺഡേ സ്കൂൾ അധ്യാപകനായിരിക്കുന്ന പ്രിയപ്പെട്ട സാറിന് ആത്മാർത്ഥമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ആദ്യമേ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് ഒരു ദൈവവിളിയായിട്ട് തന്നെയാണ് സഭ അതിനെ കാണുന്നത്. കർത്താവിനെ പ്രഘോഷിക്കാനായിട്ടും വിശ്വാസം പരിശീലിപ്പിച്ചൊരു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കാനും ലഭിച്ച വലിയൊരു വിളിയും നിയോഗമാണ് ഒരു മതാധ്യാപകനായിരിക്കുക, അല്ലെങ്കിൽ വിശ്വാസ പരിശീലകനായിരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ 25 വർഷങ്ങൾ, ഒരു 4 നൂറ്റാണ്ട്, അതിൻ്റെ ജൂബിലി എന്നൊക്കെ പറയാം, അതിലേക്ക് പ്രവേശിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ സ്വാഭാവികമായ ഒരു ചോദ്യത്തിന് ആശംസകളും നേരാം. അതെ, ജൂബിലി ആശംസകളും പങ്കുവയ്ക്കുന്നു. അപ്പോൾ അതിന് വളരെ പ്രസക്തിയുണ്ട്. വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് തന്നെയുള്ള, അല്ലെങ്കിൽ മതബോധനത്തെക്കുറിച്ചുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ശ്രദ്ധേയമായ അപ്പസ്തോല പ്രബോധനമുണ്ട്, മതബോധനം ഇന്ന്. അത് വളരെ ആധികാരികമായിട്ട് ഈ മേഖലയെക്കുറിച്ച് സംസാരിക്കും. അതിനകത്ത് 2 കാര്യങ്ങളാണ് സഭയുടെ അടിസ്ഥാന ദൗത്യങ്ങളായിട്ട് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നത്. ഒന്ന് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണം. 2 കാറ്റക്കേസിസ്, അല്ലെങ്കിൽ വിശ്വാസ പരിശീലനം, അല്ലെങ്കിൽ മതബോധനം. ഇപ്പോൾ ഈ 2 കാര്യങ്ങളാണ്. അതിനകത്ത് സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണവുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ആദ്യമായിട്ട് വചനം പങ്കുവയ്ക്കുകയാണ്. വിശ്വാസത്തിലേക്ക് വരാത്തവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കാനുള്ള സുവിശേഷ പ്രഘോഷണമാണത്. അതിലൂടെ അവർ വിശ്വാസത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അതാണ് ഇവാഞ്ചലൈസേഷൻ. രണ്ടാമത്തതാണ് വിശ്വാസ പരിശീലനം, അല്ലെ മതബോധനം. അതിന് വിശ്വാസ പരിശീലനം, കാറ്റക്കേസിസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിശ്വാസ പരിശീലനം എന്ന് പറയുകയാണ് കുറച്ചുകൂടി ശരി. അത് ആണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് സഭയുടെ മകനും മകളുമായി ജീവിക്കുന്ന വ്യക്തികളെ ശരിയായ വിധം വിശ്വാസത്തിൽ പരിശീലിപ്പിക്കുക. അതാണ് ഇവിടുത്തെ വിഷയം. അതിലേക്ക് പ്രവേശിക്കാൻ, അതിലേക്ക് കുട്ടികളെ ഒരുക്കാനൊക്കെയുള്ള വലിയ ദൗത്യമാണ് മതബോധകർക്ക്, അല്ലെങ്കിൽ വിശ്വാസ പരിശീലകർക്കുള്ളത്. അത് ഏറ്റവും കാര്യക്ഷമമായിട്ട് നിർവഹിക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് മതബോധനം ഇന്നെന്ന ആ ഒരു അപ്പസ്തോല പ്രബോധനത്തെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാണെങ്കിൽ പോലും ഇന്നും അതിനകത്തുള്ള ആശയങ്ങൾ ഒത്തിരി പ്രസക്തമാണ്. പക്ഷേ അതിനെ നമ്മൾ ആനുകാലിക സാഹചര്യങ്ങളോട് ചേർത്ത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഈ സാറ് പറയുന്ന ഒരു കാര്യത്തിൽ, വിശ്വാസ പരിശീലകനായിരുന്ന അദ്ദേഹത്തിന് ഇന്ന് പണ്ടത്തേനേക്കാൾ കൂടുതൽ ഈ മേഖലയിൽ സങ്കടമുണ്ടെന്നാണ് പറയുന്നത്. നേരത്തെ ഒരു പക്ഷേ അത്രയും കാണുകയില്ല. ഇന്ന് കുട്ടികൾ 12ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും തലതിരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ അവർ വിശ്വാസം ജീവിക്കുന്നില്ല. ദൈവത്തോട് ഇടയ്ക്ക് ഒരു സംശയം ചോദിച്ചാൽ, ഒരു 10-50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു സൺഡേ സ്കൂൾ അല്ലെങ്കിൽ മതബോധനം എന്നൊരു പ്രക്രിയ ഉണ്ടായിരുന്നു. മതബോധനം എന്നുള്ള പ്രക്രിയ ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് അന്നില്ലായിരുന്നു. അതിൻ്റെ നിയതമായ ഒരു വ്യവസ്ഥയിലും രീതിയിലും അതൊക്കെ വളരെയേറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ടായത്. അതിനു മുമ്പൊക്കെ നമസ്കാരങ്ങൾ പഠിപ്പിക്കുമായിരുന്നു, ബൈബിളിലെ കാര്യങ്ങൾ മനസ്സിലാക്കുമായിരുന്നു, സഭയുടെ പ്രബോധനങ്ങൾ വൈദികരിലൂടെയും ഇതര വ്യക്തികളിലൂടെയും പങ്കുവയ്ക്കുമായിരുന്നു. ക്ലാസ് സിസ്റ്റം അങ്ങനെ ഇത്രയും ഒരു ക്ലാസ് സിസ്റ്റമായിട്ട് ഇങ്ങനെ ഇല്ലായിരുന്നു. പിന്നീട് ഒരു 10-30-40 വർഷങ്ങളിൽ ആ സമയത്തൊക്കെയും ഏതാണ്ടൊരു 33 കൂട്ടം നമസ്കാരങ്ങളെന്നൊക്കെ പറയുന്ന ഒരു നമസ്കാരങ്ങൾ പഠിക്കുന്നതിനകത്ത് എല്ലാ വിശ്വാസവും അടങ്ങിയിട്ടുണ്ടായിരുന്നു. വിശ്വാസ പ്രമാണം, നമസ്കാരങ്ങൾ, അതൊക്കെ പഠിക്കുമ്പോൾ തന്നെ സഭയുടെ വിശ്വാസം എന്താണെന്നുള്ള ബോധ്യമാകും. പിന്നെ ബൈബിളിൻ്റെ ആധികാരികമായ പഠനങ്ങൾ വ്യക്തികളിലൂടെ വൈദികരിലൂടെയൊക്കെ ലഭിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു സഭയുടെ വിശ്വാസം അവർ സ്വീകരിച്ചിരുന്നത്. അന്ന് ഒരുപക്ഷെ അത് മതിയായിരുന്നു.
അതിലൂടെ തന്നെ അവർക്ക് വിശ്വാസത്തിൽ ജീവിക്കാനായിട്ടും വിശ്വാസത്തിൽ വളരാനായിട്ടും വിശ്വാസം പ്രഘോഷിക്കാനായിട്ടും ഒക്കെ സാധിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് സാറ് പറയുന്നത് പോലെ ഇന്ന് കലുഷിതമായിരിക്കുന്നു. ഇന്ന് 12 വർഷം പഠിച്ചതിന് ശേഷവും അത് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം ഒത്തിരിയുണ്ട്, പല കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് ഇതുപോലെ കലുഷിതമായിരിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതൊരു പോസ്റ്റ് മോഡേൺ ഇറയാണ്. ഈ ഒരു ഉത്തരാധുനിക സാഹചര്യത്തിൽ ഇന്നത്തെ സമവാക്യങ്ങൾ പലതും കഴിഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതിഭൗതികതയുടെ ഒരു വല്ലാത്ത പ്രസരണം അതിന്ന് വളരെ വ്യക്തമാണ്. എല്ലാം വളരെ ഭൗതിക മാത്രമായിട്ട് വിലയിരുത്തപ്പെടുന്നു. അതിഭൗതികമായിട്ട് എല്ലാത്തിനെയും കാണുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോണിറ്ററി ആയിട്ട് ചിന്തിക്കുക, എങ്ങനെ ഈ ഭൂമിയിലെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം, വഴിവിട്ട രീതിയിലാണെങ്കിലും കുഴപ്പമില്ല, അതിനുള്ളൊരു ആസക്തി മനുഷ്യരിൽ വല്ലാതെ വർദ്ധിച്ചു വരുന്നു. പിന്നൊരു പോസ്റ്റ് മോഡേൺ ട്രെൻഡിൻ്റെ ഒരു ഭാഗമാണ് റിലേറ്റിവിസം എന്ന് പറയുന്നത്. എല്ലാത്തിനെയും വളരെ ആപേക്ഷികമായിട്ട് വിലയിരുത്തപ്പെടുന്നു. സനാതന മൂല്യങ്ങളോ വിശ്വാസ സത്യങ്ങളോ സുവിശേഷ ധാർമ്മികതയോ ഒന്നും പ്രസക്തമല്ല, അതെല്ലാം ആപേക്ഷികമാണ്. അപ്പോൾ അടിസ്ഥാനപരമായ മൂല്യങ്ങളൊന്നും പ്രസക്തമല്ലാത്ത രീതിയിൽ വളരെ ആപേക്ഷികമായിട്ട് മൂല്യങ്ങളെപ്പോലും കാണുന്നു. അതൊരു മൂല്യനിരാസമാണ്. അതും വളരെ സർവ്വവ്യാപിയായിരിക്കുന്നു പറഞ്ഞ പോലെയാണ്, വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാർത്താ സാങ്കേതിക വിദ്യകളുടെ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ഇൻ്റർനെറ്റ് മീഡിയ, വിവരസാങ്കേതിക വിദ്യയുടെ വലിയൊരു കുതിപ്പ് ഈ കാലത്തുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിലൂടെ പലപ്പോഴും ലോകത്തിൽ നടക്കുന്ന എല്ലാ തിന്മകളും പെട്ടെന്ന് നമ്മുടെ ഇടയിലേക്ക് സ്പ്രെഡ് ചെയ്യാനും ഇടയാകുന്നുണ്ട്. അതൊക്കെ വല്ലാതെ രീതിയിൽ ഉപയോഗിച്ചു തുടങ്ങി. ഇന്ന് കുട്ടികൾ ഉൾപ്പെടെ പാകമാകുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വന്നു. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയയുടെ വളരെ തുറന്ന ഒരു വാതായനമായിട്ട് ഇൻ്റർനെറ്റ് മാറിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ അവരുടെ പക്വതയിലെത്തുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നു. അതുകൊണ്ട് അതിനെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം അതിൻ്റെ അഴുക്കുചാലുകൾ തേടിപ്പോകുന്ന, ക്യൂരിയോസിറ്റിയുടെ പുറകെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഇന്നത്തെ സമകാലിക ധാർമ്മിക പരിസരങ്ങൾ വളരെ അശുദ്ധിയുള്ളതാണ്, വളരെ വിഴുപ്പലക്കുന്നതാണ്. ആ തിന്മയുടെ പരിസരങ്ങളിൽ ജീവിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും വിശ്വാസമോ ധാർമ്മികതയോ ഒക്കെ അന്യമായിത്തീരുന്നു. അതൊക്കെ അകലങ്ങൾ നിർത്തേണ്ട അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് കൊടുത്തതിനേക്കാൾ 10 മടങ്ങ് തീക്ഷ്ണതയോടും 10 മടങ്ങ് ഫലവത്തായും ഇന്ന് ഈ വിശ്വാസ പരിശീലനം നൽകിയില്ലെങ്കിൽ അതൊന്നും സ്വീകരിക്കാനുള്ള ഒരു നല്ല പ്രതലമായിട്ട് മനസ്സും ഹൃദയവും മാറിയിട്ടില്ല. അന്നൊക്കെ വളരെ ശുഭ്രമായ ഒരു പത്രത്തിൽ എഴുതിയതുപോലെയുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. വിശ്വാസത്തിൻ്റെ ആ ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെയുള്ള തിന്മകളൊന്നും വന്ന് കയറിയിരുന്നില്ല. ഒരു ഗ്രാമാന്തരീക്ഷമോ അല്പം പട്ടണപ്രദേശമാണെങ്കിൽ പോലുമോ അരുതാത്തമൊന്നും വന്നങ്ങനെ നിറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവിടെ എഴുതുന്നതൊക്കെ ആ ശുഭ്രപത്രത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ വ്യക്തമായിരുന്നു. കുറച്ചേ ഉള്ളെങ്കിലും അത് ധാരാളമായിരുന്നു. ഇന്ന് ഇത് അഴുക്ക് പുരണ്ട ഒരു പത്രമായി മാറി. അവിടെ ഒരുപാട് അനുചിതമായ കാര്യങ്ങളെല്ലാം വന്നു കയറി. അതിനെയെല്ലാം മാറ്റിക്കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് വേണം ഇനിയിപ്പോൾ എഴുതാനായിട്ട്. അതാണ് അതിൻ്റെ അകത്തൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ അത് ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയായിട്ട് മാറുന്നത് എന്നാണ് അടിസ്ഥാനപരമായ ഒരു പ്രശ്നം. അല്ല, അപ്പോഴും പ്രശ്നം നിലനിൽക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള ശേഷി, കരുത്ത്, ധാർമ്മികത പകർന്നു നൽകാനായിട്ട് ഇന്നത്തെ ഈ മതബോധന പ്രക്രിയയ്ക്ക് സാധിക്കുന്നില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സൂചന. നമ്മൾ കാലഘട്ടത്തിൻ്റെ പ്രശ്നം വളരെ സങ്കീർണം തന്നെയാണ്. പക്ഷേ ആ സങ്കീർണതയെ അതിജീവിക്കാനായിട്ടുള്ള അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ സങ്കീർണമായ സാഹചര്യത്തെ ഞാൻ അവതരിപ്പിച്ചത് അതിൻ്റെ ഒരു പ്രതിസന്ധി അവതരിപ്പിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം വിശ്വാസ പരിശീലനം എവിടെ തുടങ്ങണമെന്നുള്ള ചിന്തയാണ്. ഞാൻ 7 വർഷത്തോളം വിശ്വാസ പരിശീലന വിഭാഗത്തിൻ്റെ രൂപതയുടെ ഡയറക്ടറായിട്ട് അച്ഛനായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയായിട്ട് വളരെ അടുത്തിടപെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുറേയേറെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയും പ്രാർത്ഥനാപൂർവ്വം അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടെത്താൻ സാധിച്ച പല കാര്യങ്ങളും അതിൽ ചിലതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സൊല്യൂഷനിലേക്ക് അത് ഒരു പക്ഷേ വഴിതെളിച്ചേക്കും. ഒരു കാര്യം, ഇത് ആരംഭിക്കേണ്ടത് കുട്ടികളിലല്ല, മാതാപിതാക്കളിലാണ്. കുട്ടികളെ തുടങ്ങുന്നത് കതിരെ കൊണ്ട് വളം വെക്കുന്ന പോലെ ആകുന്നുള്ളൂ ഒരർത്ഥത്തിൽ. മാതാപിതാക്കളിൽ ആരംഭിക്കണം. മാതാപിതാക്കൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രയോറിറ്റി മനസ്സിലാക്കണം. അവരും ഇങ്ങനെ ഭൗതികതയുടെ ഒരു മേഖലയിൽ അഭിരമിച്ചുകൊണ്ട് ഇതൊന്നും പ്രസക്തമല്ല, ഞായറാഴ്ചകളിലാണെങ്കിലും എൻട്രൻസിനോ ട്യൂഷനോ പോകുന്നത് മതി, അല്ലെങ്കിൽ സൺഡേയിലൊരു ദിവസം ഒരു കല്യാണമോ മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പോകണ്ട, കുട്ടികളെയും കൂട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ ഇത് അവരുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമില്ലാത്തതായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് കുട്ടികളിലേക്ക് സംക്രമിക്കും. അവരും അതിന് പ്രാധാന്യം കുറയും. അപ്പോൾ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇത് ഒന്നാമതായിട്ട് നിൽക്കണം. ഞായറാഴ്ച ദിവസം
വിശ്വാസ പരിശീലനത്തിന് കുഞ്ഞുങ്ങളെ അയക്കേണ്ടത് കടമയാണ് എന്ന് പറയുന്ന ഒരു കാര്യം അവർ ഓർത്തിരിക്കണം. അങ്ങനെ 12 വർഷവും ഒരു ദിവസം പോലും മുടങ്ങാതെ മാതാപിതാക്കൾ മക്കളെ സ്കൂളിൽ വിടുന്ന കുട്ടികൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്. അത് കുട്ടികൾക്ക് മാതാപിതാക്കൾക്കോ സമ്മാനം കൊടുക്കുന്നത് അത് വലിയൊരു കാര്യമാണ്. ഒരു രോഗം പോലും വന്നാൽ വരാതെ നോക്കുന്നു, വന്നാൽ പോലും പറഞ്ഞു വിടാനുള്ള ആ ഒരു തരത്തിൽ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അല്ലെങ്കിൽ പറഞ്ഞു വിട്ടിരിക്കും. അത് മാതാപിതാക്കളുടെ പ്രയോറിറ്റിയാണ്. ഞാൻ ഓർക്കുന്നു, അടുത്തിടയ്ക്ക് IAS ലഭിച്ച ഒരു വ്യക്തി, അദ്ദേഹം അഭിമാനത്തോട് പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ഷെയറിങ്ങിൽ, ഈ കഴിഞ്ഞ പ്രാവശ്യം IAS പാസ്സായ ഒരു നല്ലൊരു കാത്തോലിക്കാണ്. അദ്ദേഹം പറയായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റ ദിവസം പോലും വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ മുടക്കിയിട്ടില്ല. അത്ര അഭിമാനത്തോടെ പറയുന്നത്. അദ്ദേഹം ഇന്ന് ഒരു ദിവസം പോലും മുടക്കം കൂടാതെ ദൈവാലയത്തിൽ പോകുന്നുണ്ട്. ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മാതാപിതാക്കളുടെ റോൾ അതിനകത്ത് വളരെ വലുതാണ്. പിന്നെ ആദ്യത്തെ വിശ്വാസ പരിശീലന കളരി എന്ന് പറയുന്നത് കുടുംബമാണ്. അവിടെയാണ് ആദ്യം ആരംഭിക്കേണ്ടത്. അപ്പം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയും വീട്ടിൽ പ്രാർത്ഥിക്കുന്ന രീതിയും വീട്ടിൽ വായിക്കുന്ന പുസ്തകങ്ങളും വീട്ടിലെ ചർച്ചകളും എല്ലാം വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് മാറുക. അവിടെ അനുചിതമായതോ സഭാവിരുദ്ധമായതോ ഒക്കെ സംസാരിക്കുകയും കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും സ്നേഹവിരുദ്ധമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുന്നെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അതിനൊരു വിരുദ്ധ സാക്ഷ്യമായി മാറുക. അവിടെ വിശ്വാസ പരിശീലനത്തിന് ഒരു ഡീവിയേഷൻ വന്നു കഴിഞ്ഞു. പിന്നെ കൊടുക്കുന്നത് എത്ര കൊടുത്താലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് മറികടന്ന് വരണമെങ്കിൽ എളുപ്പമല്ല. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നീട് മക്കളെ ഓർത്ത് വിഷമിക്കുമ്പോൾ, പിന്നീട് വിശ്വാസ പരിശീലനം പ്രയോജനപ്പെട്ടില്ല എന്ന് വിഷമിക്കുമ്പോൾ അധ്യാപകരും കുട്ടികളും ഒക്കെ ചിന്തിക്കേണ്ട കാര്യം, പേരൻസിന് ആദ്യം കൊടുക്കേണ്ടത് കൊടുക്കാൻ വിജയിച്ചോ? പേരൻസിന് ശരിയായ കാഴ്ചപ്പാടുകളും ദിശാബോധവും ഈ മേഖലയിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? പലപ്പോഴും കുട്ടികൾ അന്വേഷിക്കുന്നത് ജീവിക്കുന്ന മാതൃകകളെയാണ്. അത്തരം മാതൃകകളുടെ ഒരു അഭാവം ഈ കാലത്തിൻ്റെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും. അവിടെ ഞാൻ ആദ്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കൾ മാതൃകയായി മാറണമെന്നുള്ളതാണ്. അത് കണ്ടിട്ട് മാത്രമേ കുടിയനായ ഒരു അപ്പന് മോനെ കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പുകവലിക്കുന്ന ഒരു അപ്പന് വലിക്കുന്നത് ശരിയല്ല, അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല എന്ന് പറയുന്ന പോലെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നതാണ് പ്രധാനപ്പെട്ടത് പറയുന്നതിനേക്കാളും. വഴിയേതാ എന്ന് ചോദിക്കുമ്പം അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് വലത്തോട്ട് ചൂണ്ടിയിട്ട് ഇടത്തോട്ട് പോകാൻ പറഞ്ഞാൽ വലത്തോട്ടേ പോകുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുന്നതാണ് കാണുന്നത്, അല്ലെ കാണുന്നതാണ് കൂടുതൽ സ്വീകരിക്കുന്നത് കേൾക്കുന്നതിനേക്കാളും. അതുകൊണ്ട് മാതാപിതാക്കളുടെ ജീവിത സാക്ഷ്യം അവിടെ തുടങ്ങണം ആദ്യം. കുഞ്ഞുങ്ങൾക്ക് ആ അമ്മിഞ്ഞപ്പാലിനോട് ചേർത്തുകൊണ്ട് ആദ്യം കൊടുക്കേണ്ട ഈശോ എന്ന വാക്ക്, അൾത്താരയിലേക്ക് ചൂണ്ടിയിട്ട് അതാ ഈശോ എന്ന് പറയുന്ന ആ കാര്യം, അച്ഛനെ കാണുമ്പോൾ ഈശോമിശിഹായ്ക്ക് സ്തുതി എന്ന് പറയുന്ന ആ സ്തുതിയുടെ വാക്കുകൾ, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആദ്യമേ കൊടുക്കാൻ അപ്പനും അമ്മയും തയ്യാറാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത് ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് റോൾ മോഡൽസ് പുരോഹിതരുടെ ഇടയിലും സന്യസ്തരുടെ ഇടയിലും അൽമായ നേതൃത്വത്തിലും ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ കുറഞ്ഞു വരുന്നതും ഒരു അപകടമാണ്. അതും തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാക്കാനും വിശ്വാസ പരിശീലനം ഇഫക്റ്റീവ് ആകാതിരിക്കാനും ഇടം നൽകുന്നുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസ പരിശീലനം ഫലപ്രദം ആകണമെങ്കിൽ ആദ്യം അത് ഭവനത്തിൽ ആരംഭിച്ചിട്ട് മുൻപോട്ട് നീങ്ങേണ്ടതാണെന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഒരു കാര്യം. ഇനി വിശ്വാസ പരിശീലന മേഖലയെക്കുറിച്ച് തന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ, ഇവിടെ സാർ ഉന്നയിച്ച പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. ഒന്ന്, മതാധ്യാപകർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വന്തം മക്കളെ പോലെ കണ്ട് പ്രാർത്ഥിക്കണം. ഏതെങ്കിലും കുടുംബത്തിലെ സാഹചര്യത്തിൽ നിന്ന് വഴപ്പന്മാരായിട്ടൊക്കെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ വഴപ്പന്മാരായിട്ട് ഇറക്കി കണ്ട് മറ്റൊരു സ്കൂളിലെ പോലെ തന്നെ പറഞ്ഞു വിടുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുകയല്ല വേണ്ടത്. അവർക്ക് വേണ്ടി ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുകയും വ്യക്തിപരമായിട്ട് അവരെ അറിയുകയും വേണം. ഒന്നാമത്തെ കാര്യം, അവർക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് ത്യാഗപൂർവ്വം പ്രാർത്ഥിക്കുക എന്നും, പ്രത്യേകിച്ചും ഞായറാഴ്ചകൾ ഒരുക്കത്തോടു കൂടി പ്രാർത്ഥിച്ചൊരുങ്ങി വരണം. 2, അവരെ വ്യക്തിപരമായിട്ട് അറിയണം. ഇടയൻ ആടുകളെ അറിയുന്നു എന്ന് ഈശോ പറയും. വ്യക്തിപരമായ അറിവെന്ന് പറഞ്ഞാൽ പേരറിയുക എന്ന് മാത്രമല്ല, വീടും സാഹചര്യങ്ങളും ആ വ്യക്തിയെയും. എന്നോട് സംസാരിക്കാൻ കുട്ടിക്കൊരു നല്ലൊരു റാപ്പോ ഉണ്ടാവണം. എൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ സാധിക്കുന്ന ഒരു സാറാണ്, എന്നെ മനസ്സിലാക്കുന്ന അധ്യാപകനാണ്, അധ്യാപികയാണെന്ന് പറയാൻ പറ്റുന്ന വിധമുള്ളൊരു ബന്ധം അധ്യാപകർക്ക് കുട്ടികളോടുണ്ടാവണം. സ്നേഹമുള്ളൊരു വ്യക്തി പറയുന്ന കാര്യങ്ങളാണ് സ്വീകരിക്കുന്നത്. സ്നേഹമില്ലാത്ത, നമുക്കൊട്ടും സ്വീകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വം നമ്മോട് സംസാരിച്ചാൽ എത്ര നല്ല കാര്യങ്ങളാണ് പറയുന്നെങ്കിൽ പോലും നമുക്കത് അസ്വീകാര്യമായിരിക്കും. പലപ്പോഴും നമ്മളത് അവഗണിക്കും, അല്ലെങ്കിൽ അതിന് ചെവി കൊടുക്കുകയില്ല, അല്ലെങ്കിൽ അതിനെ വിമർശിക്കും. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന ഒരു നല്ല അധ്യാപകനാണെങ്കിൽ ആ സാറ് പറയുന്നത് എനിക്ക് സ്വീകാര്യമായിരിക്കും. അതൊരു വേവ് ലെങ്താണ്. അതിലേക്ക് അധ്യാപകർ വളരണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദൈവവചനം കൂടുതലായിട്ട് പഠിപ്പിക്കുകയും ദൈവവചനം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. വചനം കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മുടെ പാഠപുസ്തകത്തിൽ ദൈവവചന ഭാഗങ്ങൾ ധാരാളമുണ്ട്, കാണാൻ പഠിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, അതിനോടൊപ്പവും സാഹചര്യങ്ങൾക്കനുസരിച്ച് അവസരോചിതമായിട്ട് വചനഭാഗങ്ങൾ കാണാതെ പഠിപ്പിക്കുകയും ചൊല്ലിക്കുകയും അത് ഓരോ സമയത്തും എങ്ങനെയൊക്കെയാണ് നമുക്ക് വഴികാട്ടിയായി മാറേണ്ടതെന്ന് പഠിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ വചനത്തോടുള്ള വലിയൊരു ആത്മബന്ധം ഉണ്ടാവണം, ഒരു ഹൃദയബന്ധം, ദൈവവചനത്തോടുള്ള ബന്ധം ഉണ്ടാവണം. ദൈവത്തിൻ്റെ വചനം ഇരുതലവാൾ പോലെ മൂർച്ചയുള്ളതാണ്, ഹെബ്രായ ലേഖനത്തിലൊക്കെ പറയുന്ന പോലെ. അത് നമ്മുടെ ഹൃദയത്തിലെ വികാരങ്ങളെയും വിചാരങ്ങളെയൊക്കെ വിവേചിച്ചറിയുന്നതാണ്, മജ്ജയും മാംസമൊക്കെ ഭേദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മാനസാന്തരം വരുത്തുന്നതും പരിവർത്തനം ഉണ്ടാക്കുന്നതും ദൈവവചനമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് വചനത്തിന് ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കണം. അടുത്ത ഒരു കാര്യം, വചനം മാംസം ധരിക്കുന്ന രീതിയിൽ അവർക്ക് കൊടുക്കണം. മാംസം ധരിച്ച വചനം എന്ന് പറയുന്നത് എൻ്റെ ജീവിതാനുഭവങ്ങളാണ്. എന്നെ എങ്ങനെയാണ് കർത്താവ് പരിപാലിക്കുന്നത്, അവിടെ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എന്നെ വഴി നടത്തുന്നത്, എൻ്റെ ജീവിതത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കർത്താവ് ഇടപെട്ട വിധം എങ്ങനെയാണ്, വചനം എങ്ങനെയാണ് എനിക്ക് വഴികാട്ടിയായി മാറുന്നത്, പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം അനുഗ്രഹം എന്താണ്, ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഞാൻ എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്, ഇതൊക്കെ അവസരോചിതമായിട്ട് കുട്ടികളോട് ആ പാഠങ്ങളോട് ചേർത്ത് അനുഭവങ്ങൾ പങ്കുവയ്ക്കണം. അത് വചനം മാംസം ധരിച്ചതാണ്. അനുഭവങ്ങളിലൂടെയുള്ള ഒരു പഠനമായിരിക്കും പലപ്പോഴും ഇത്തരത്തിൽ കൂടുതൽ കുട്ടികൾക്ക് അനുഭവവേദ്യമാവാനായിട്ടുള്ള സാധ്യത. തീർച്ചയായിട്ടും ഫലപ്രദമാകുന്നത് കൺവിക്ഷനിലേക്ക് വരും. ബോധ്യങ്ങളുണ്ടാകണമെങ്കിൽ തിയറീസ് മാത്രം പോരാ, അതൊരു ഹെഡ് ലെവലിൽ നിൽക്കും. ഹൃദയ ലെവലിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അനുഭവങ്ങളുടെ തലത്തിലേക്ക് വരണം. അപ്പോൾ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പഠിപ്പിക്കണം. നമ്മുടെ അനുഭവങ്ങൾ മാത്രമല്ല, അതിന് വേറൊരു തലമുള്ളത് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ വിശ്വസിക്കുന്ന മറ്റു ധാരാളം ആളുകൾ നല്ല വിശുദ്ധരായി ജീവിക്കുന്നവരുടെ ജീവചരിത്രങ്ങൾ. അതെ, വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ ഒന്ന്, ഒപ്പം ഇപ്പോൾ ജീവിക്കുന്ന വിശുദ്ധരായ ആളുകളുണ്ട്, അവരുടെ അനുഭവങ്ങളും പങ്കുവെക്കാം. സാക്ഷ്യമെന്ന് പറയുന്നതാണ്. ധ്യാനങ്ങളിലൊക്കെ സാക്ഷ്യം പറയുമെന്ന് പറയല്ലേ. അപ്പോൾ സാക്ഷ്യം പറയുക എന്ന് പറയുന്നത് മാത്രം അല്ല, ജീവിത സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുക, അതിനകത്താണ് വാസ്തവത്തിൽ. അത് വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലും അങ്ങനെ ആവണം. അപ്പോൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ വചനം അവരിൽ തന്നെ മാംസം ധരിക്കും. വിശുദ്ധരുടെ ജീവചരിത്രമായിട്ട് അവരെ പരിചയപ്പെടുത്തണം. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എന്നെ ഒത്തിരി സ്വാധീനിച്ചത്, എൻ്റെ പൗരോഹിത്യത്തേക്കുള്ള ദൈവവിളിയെ പോലും സ്വാധീനിച്ചത് വിശുദ്ധരുടെ ജീവചരിത്രമാണ്. ദൈവവചനമുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ലൈഫ്, ആ ഒരു പുസ്തകം വായിച്ചപ്പോഴുണ്ടായ ഒരു ഹൃദയത്തിൻ്റെ ഒരു ചലനം, അതൊക്കെയാണ് വാസ്തവത്തിൽ മറ്റൊരു ചിന്തയിലേക്ക് പോലും വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മറ്റൊന്നുള്ളത്, നല്ല ഒരു അറിവ് അധ്യാപകനുണ്ടാവണം. ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കണം നന്നായിട്ട്. അതിൻ്റെ ദൈവശാസ്ത്രപരമായ ദൈവശാസ്ത്ര മേഖലകളെക്കുറിച്ച് അറിവുണ്ടാവണം. പിന്നെ സഭാ പ്രബോധനങ്ങളെക്കുറിച്ച്, സഭയുടെ ഔദ്യോഗിക രേഖകൾ, ചാക്രിക ലേഖനങ്ങൾ, അപ്പസ്തോല പ്രബോധനങ്ങൾ, സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ, ആനുകാലികമായ സഭയുടെ പഠനങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ അധ്യാപകന് സാമാന്യമായ ഒരു അറിവുണ്ടാവണം. പൊതുബോധവും ആവശ്യമാണ്. അതിലേക്ക് അതും വേണം. അതാണ് അതിനോട് ചേർന്ന് വരേണ്ട അടുത്ത കാര്യം. ഈ അറിവ് അടിസ്ഥാനപരമായിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം സാറിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഒരു സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ച്, ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയെക്കുറിച്ച്, ഇന്നത്തെ വിവരസാങ്കേതിക വിദ്യകളെക്കുറിച്ച്, ഇന്നത്തെ മനുഷ്യൻ്റെ സംസ്കാരത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള ഒരു പൊതു ബോധം എന്ന് പറയാവുന്ന ഒരു കാഴ്ചപ്പാട്, വലിയ ഡെപ്ത് നോളജ് ഒന്നും നിർബന്ധമില്ല, പക്ഷേ എല്ലാം അറിവുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ ഈ സാറ് ഒരു പഴഞ്ചനാണ്, ഞങ്ങളോട് സംസാരിക്കുന്ന ആൾ എവിടെ നിന്ന് വന്ന ഒരാളാണ്, കുട്ടികൾ സ്വീകരിക്കില്ല. അവരുടെ ഒരു റേഞ്ചിലേക്ക് ഈ അധ്യാപകന്, പ്രത്യേകിച്ച് മുതിർന്ന ക്ലാസ്സുകളിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഒരു അധ്യാപകൻ. തീർച്ചയായിട്ടും അവർ റേഞ്ചിലേക്ക് വന്നില്ലെങ്കിൽ ഈ സാറ് പഴഞ്ചനാന്ന് പറയും. ഇങ്ങേർക്ക് വിവരമില്ലാത്ത ആളാണ്, ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കേണ്ടാകുന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ അങ്ങ് അവരറിയാതെ ഡെവലപ്പ് ചെയ്യും. അത് അവരെ അകറ്റും, അവർക്ക് സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും, പിന്നെ പറയുന്ന നല്ല കാര്യങ്ങൾ പോലും. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം സാറ് ചോദിച്ചതിനകത്തുണ്ട്, ഇപ്പോഴത്തെ ഒരു ടീച്ചിങ് പെഡഗോജി, ടീച്ചിങ് ശാസ്ത്രം. അതെ, ബോധനശാസ്ത്രം. അത് ഈ കാലത്തിന് വേണ്ടുവോളം നിരക്കുന്നതാണോ എന്ന് എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം. സാമാന്യം തരക്കേടില്ലാത്ത നല്ല ഒരു മതബോധന ഗ്രന്ഥവും പഠന സാഹചര്യങ്ങളുമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഈ ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പഠനത്തെക്കാൾ എപ്പോഴും നല്ലത് കുറച്ചുകൂടി ലൈഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചർച്ചകളിലൂടെ പുരോഗമിക്കുക, ജീവിത സാഹചര്യങ്ങളെ നേരിട്ട് അഡ്രസ്സ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞു വരുന്നത് മതബോധന ഗ്രന്ഥം അല്ലെ എന്താ പറയുന്നത്, വേദപാഠ പുസ്തകം എന്ന് പറയുന്നത് അതിൽ തന്നെ തരക്കേടില്ലാത്ത വിധം നന്നായിട്ട് രൂപകൽപ്പന ചെയ്തതാണ്.
അത് പലപ്പോഴും നല്ല രീതിയിൽ അത് റിവൈസ് ചെയ്യുന്നുമുണ്ട്. ആശയപരമായിട്ടൊക്കെ നല്ലതാണ് എല്ലാം ഉണ്ട്. പക്ഷേ അത് കൊടുക്കുന്ന വിധം, അതാണ് ഇപ്പോൾ സാറ് സൂചിപ്പിച്ചത്. ഒരുപക്ഷേ ഇന്നത്തെ ആ ഒരു മനസ്സുകൾക്ക് ചേരുന്ന വിധമാണോ നമ്മളത് കൈമാറ്റം ചെയ്യുന്നത്? വിശ്വാസ കൈമാറ്റമാണല്ലോ. അതങ്ങനെ കൊടുക്കുന്നത് ഈ ഒരു ടീച്ചിങ് മീഡിയ എന്ന് പറയുന്നത് വേണ്ടത്ര പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? വളരെ വളരെ ഭംഗിയായിട്ടും ശാസ്ത്രീയമായിട്ടും ഇഫക്റ്റീവായിട്ടും ഒക്കെ പുറത്ത് പഠിപ്പിക്കുന്നുണ്ട് മറ്റു പല വിഷയങ്ങളും. അതിനോട് കിടപിടിക്കുന്ന ഒരു തരത്തിലും കൂടി ആവണം ഇന്നത്തെ ടീച്ചിങ് മീഡിയ. അപ്പോൾ നമുക്ക് എല്ലാ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളും ഒരു വേദപാഠ ക്ലാസ്സിൽ ഒരുക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. എപ്പോഴും LCD പ്രൊജക്ടറോ അല്ലെ ലാപ്ടോപ്പോ അതൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇടയ്ക്ക് അതും ആവശ്യമാണ്. അതുപോലെ തന്നെ വളരെ ലോ കോസ്റ്റ് മീഡിയ ഉണ്ട്. ഈ അടിസ്ഥാന ക്ലാസ്സുകൾ പരിശീലനത്തെക്കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെ മതാധ്യാപകർ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു അധ്യാപകൻ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അതിനകത്തൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്ന കാര്യമാണ്. ലോ കോസ്റ്റ് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉദാഹരണത്തിന് പത്രമാധ്യമങ്ങൾ ഉപയോഗിക്കാം, പത്രവാർത്തകൾ അതിനകത്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അങ്ങനെയുള്ള പല അടിസ്ഥാനപരമായ കാര്യങ്ങളും പഠനോപാധികളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു എന്താ പറയുന്ന ഒരു വർക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പാഠ്യപ്രവർത്തനങ്ങൾ. ഈ നമ്മൾ വിശ്വാസോത്സവം, ഉത്ഥാനോത്സവം എന്നൊക്കെ പറയുന്ന ആ ഒരു ഇൻറ്റൻസീവ് കാറ്റഗറൈസേഷനൊക്കെ ഉപയോഗിക്കുന്ന വർക്ക് ബുക്കുകളുണ്ട്. അത് പിള്ളേർക്ക് വളരെ താല്പര്യമാണ്. കാരണം അവരത് ഒരു ഗ്രൂപ്പ് വർക്കുകൾ അവിടെയുണ്ട്, അതിനകത്ത് ആക്ടിവിറ്റീസ് ഉണ്ട്, അവരുടെ ഇൻവോൾവ്മെൻറ്റ്സ് ധാരാളം വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളും കൂടെ കൂടിയാണ് ആ ഒരു ലെസൺ അവിടെ ഉൾക്കൊള്ളുന്നതും അവതരിപ്പിക്കുന്നതൊക്കെ. അത് അവരുടെ ഹൃദയത്തിൽ പതിയും. അപ്പോൾ അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം ഈ ക്ലാസ്സുകൾ അവതരിപ്പിക്കാൻ. അതിന് നല്ല പ്രിപ്പറേഷൻ വേണം. അപ്പോൾ ലെസൺസൊക്കെ തന്നിരിക്കുന്നത് നന്നായിട്ട് ഒരുങ്ങാൻ സമയം കണ്ടെത്തണം. ഒരുങ്ങി എങ്ങനെ ആകർഷകമായിട്ട് അവതരിപ്പിക്കാം, ആ ഒരു ടീച്ചിങ് പെഡഗോജി നന്നായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് മതാധ്യാപകർക്ക് സാധിക്കണം. പിതാവ് ആദ്യം സൂചിപ്പിച്ച പോലെ ഇത് സിസ്റ്റമാറ്റിക്കായി എന്ന് പറഞ്ഞു. ഇത് സിസ്റ്റമാറ്റിക്കായി ഇത് ഓവറായിട്ട് സിസ്റ്റമാറ്റിക് ആയോ? പലപ്പോഴും ചില സൺഡേ സ്കൂളുകളിലെങ്കിലും ചില ബലം പിടുത്തങ്ങൾ, യൂണിഫോം സിസ്റ്റം നല്ലതായിരിക്കാം. പക്ഷേ ചില അതിര് കടന്ന ഒരു ബലം പിടുത്തങ്ങൾ പലപ്പോഴും കുട്ടികളെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകറ്റാനുള്ള കാരണമാകും. സാർ പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യമുണ്ട്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും യൂണിഫോം ഇൻസിസ്റ്റ് ചെയ്യുന്നയാളല്ല. സൺഡേ സ്കൂളിൽ ഓക്കെ, അത് വേറൊന്നാണ്. പക്ഷെ ഒരു ഡ്രസ് കോഡ് ഉണ്ടാവണം, ഡ്രസ് കോഡ് ഉണ്ടായിരിക്കും, മാന്യമായ ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തൊരു യൂണിഫോം അവരൊരു ദിവസമായിരിക്കും യൂണിഫോം ഇടാത്തത് ചിലപ്പം. അപ്പോൾ അന്നേരം നമ്മളത് ഇൻസിസ്റ്റ്, അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് അവരുടെ ആ ഒരു ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. അവരെ എങ്ങനെ സ്വീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു, ഇതിൻ്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ആ തരത്തിലുള്ള ഒരു അനുഭവപ്രധാനമായ അനുഭവ തലത്തിലേക്ക് എത്തിക്കുന്ന, ബോധ്യങ്ങളിലേക്ക് നയിക്കുന്ന ഒരു പരിശീലന പദ്ധതിയാണ് നമുക്ക് ആവശ്യം. അതിന് ഇപ്പോഴത്തെ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടെക്സ്റ്റുകളൊന്നും എതിരല്ല. പക്ഷെ അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇവാലുവേഷൻ സിസ്റ്റത്തിലും പ്രശ്നങ്ങളില്ല. കാരണം ഇപ്പോൾ പലപ്പോഴും അറിവാണ് പരിശോധിക്കപ്പെടുന്നത്. ബോധ്യങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മൾ ആർജിച്ചെടുത്ത ആ തരത്തിലുള്ള അനുഭവപരമായിട്ടുള്ള കാര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സിസ്റ്റം. അതെ, പരീക്ഷാ രീതിയിലും കുറച്ച് മാറ്റങ്ങളൊക്കെ ആവശ്യമാണ് വാസ്തവത്തിൽ. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ബൗദ്ധികമായ അറിവാണ് പലപ്പോഴും അവിടെ അളക്കപ്പെടുന്നത്. അതിനേക്കാൾ കൂടുതൽ അളക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷേ എന്നാൽ പോലും മറ്റു ചില തരത്തിലുള്ള ഒരു അസസ്മെൻറ്റ് നടത്താനായിട്ട് ഒരു ഇൻറ്റേർണൽ അസസ്മെൻ്റ് എങ്കിലും നമുക്ക് നടത്താൻ പറ്റുമല്ലോ. അപ്പോൾ ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് പല വഴികളുണ്ട്. ആ ഇൻറ്റേർണൽ അസസ്മെൻറ്റും കൂടെ അഡീഷണൽ ആയിട്ട് മാർക്കായിട്ട് ഇതിനകത്ത് ചേർക്കുകയാണെങ്കിൽ അതും ഒരു പ്രോത്സാഹനമായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് മാറുന്നത് ചില കാര്യങ്ങൾ കാണാപ്പാഠം പഠിച്ചു എന്നുള്ളതല്ല, അതിനേക്കാൾ ഇവർ എത്രമാത്രം വിശ്വാസം ജീവിതത്തിൽ പകർത്തി എന്നുള്ളതാണ്, എന്തുമാത്രം ബോധ്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന തരത്തിൽ കുട്ടികളെ നമ്മൾ ഒരുക്കേണ്ടി വരും. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരും. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു വചനാധിഷ്ഠിതമായിട്ട് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുത്ത് വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ജീവിത ദർശനമാണ് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് കുട്ടികൾ എത്തണം. 12 വർഷം കഴിയുമ്പം നല്ല ബോധ്യങ്ങളിലേക്ക് അവർ എത്തിച്ചേരണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതിന് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കുറേ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒന്ന് മാതാപിതാക്കൾ അതിനകത്ത് വലിയൊരു റോള് വഹിക്കുന്നു. അവരെ അതിനുവേണ്ടി സജ്ജമാക്കുക, അതിനുവേണ്ട പരിശീലനം അവർക്ക് കൊടുക്കുക, ബോധ്യങ്ങൾ കൊടുക്കുക. പിന്നെ കുട്ടികളെ അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് ഒരുക്കുക പേരൻസിൻ്റെ സഹായത്തോടു കൂടി. അതുപോലെ അധ്യാപകർ സ്വീകരിക്കേണ്ട ചില നിലപാടുകളെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അവരുടെ പ്രാർത്ഥനയും വ്യക്തിപരമായ അറിവും വചനം കൊടുക്കുന്ന വിധവും അങ്ങനെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം, അതുപോലെ വചനം മാംസം ധരിക്കുന്ന വിധം കൊടുക്കണം, അറിവ് സമ്പാദിക്കണം, നന്നായിട്ട് കാര്യങ്ങളെല്ലാം ബോധ്യമുണ്ടായിരിക്കണം, ശരിയായ രീതിയിൽ ആ മെത്തഡോളജി ഉപയോഗിച്ച് ഇഫക്റ്റീവായിട്ട് പഠിപ്പിക്കണം. അതുപോലെ സർവ്വപരി അത് ആരാധനയിലേക്ക്, പരിശുദ്ധ കുർബാനയിലേക്കും കൂദാശകളിലേക്കും വചനത്തിലേക്കും അവരെ കൊണ്ടുവരണം. ഇതിലൂടെ എല്ലാം
കുട്ടികളെ ഇടയ്ക്ക് അതുപോലെ മറ്റ് ചില പ്രായോഗിക മേഖലകളിൽ സന്ദർശിക്കാൻ കൊണ്ടുപോകുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് ഒരു വൃദ്ധമന്ദിരം സന്ദർശിക്കുന്നു, ഒരു ഹോസ്പിറ്റൽ സന്ദർശിക്കുന്നു, അതല്ലെങ്കിൽ അങ്ങനെയുള്ള അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കാണുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ ചില മറുവശങ്ങളെക്കുറിച്ച് അവരെ അനുഭവതലത്തിൽ പഠിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതെല്ലാം പ്രധാനപ്പെട്ടതാണ്. പിന്നെ അവർക്ക് തന്നെ ഒരു ഗ്രൂപ്പ് പ്രയറിന് അവസരം കൊടുക്കാം, പള്ളിയിൽ പോയി ആരാധിക്കാനായിട്ട് കുറച്ച് സമയം കൊടുക്കാം ഇടയ്ക്കൊക്കെ. അപ്പം ഇങ്ങനെയെല്ലാം ഇതൊരു ഒരു ഒരു എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇതിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. അതിന് ഈ ബോധന ശാസ്ത്രം പ്രയോജനപ്പെടണം, അതിന് ഈ ടെക്സ്റ്റുകളും പ്രയോജനപ്പെടണം. ഇതെല്ലാം കൂടി ചേർത്ത് പിടിക്കുമ്പം ഇന്നത്തെ ഈ കാലിക പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. ഈ അധ്യാപകൻ്റെ ചോദ്യത്തിന് ന്യായമായൊരു ഉത്തരം കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതൊരു ഒറ്റവാക്യത്തിൽ പറഞ്ഞു നിർത്താവുന്നൊരു ഉത്തരവല്ല, മറിച്ച് ഇതൊരു തപസ്യയാണ്. ഒരു തീക്ഷ്ണമായ അധ്വാനത്തിൻ്റെ, ആത്മാർത്ഥമായ ഒരു പരിശ്രമത്തിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ട ഒരു പ്രക്രിയയാണ്. അപ്പം വിശ്വാസ പരിശീലനം എന്ന് പറയുന്ന ഈ ഒരു വിശുദ്ധമായ പ്രക്രിയ നമ്മുടെ സഭയിൽ, പ്രത്യേകിച്ചും ഭാരതത്തിലെ സഭയിൽ, ഏറ്റവും പ്രത്യേകിച്ചും കേരളത്തിലെ സഭയിൽ, സീറോ മലബാർ സഭയിലൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതിന് നമുക്ക് അഭിമാനിക്കാം. ഒരുപക്ഷേ വിദേശ രാജ്യങ്ങളിലൊന്നും ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഇവിടെ ഇത്രയും ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഫലങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊട്ടും ചെറുതായി കാണേണ്ട കാര്യമില്ല. പക്ഷേ വേണ്ടത്ര ഫലം ഈ സാറ് പറഞ്ഞതുപോലെ ഉണ്ടാകുന്നില്ല എന്നുള്ള സങ്കടമുണ്ട്. അതിന് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള പരിശ്രമത്തിലൂടെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നല്ല ഒരു തലമുറയെ, ആഴമായ വിശ്വാസബോധ്യമുള്ള, വചനാധിഷ്ഠിതം ജീവിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന ഒരു നല്ല തലമുറയെ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ വിശ്വാസ പരിശീലന മേഖലയെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഏവരുടെയും മേലുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശ്വാസ ജീവിത പരിശീലനം വളരെ സങ്കീർണമായൊരു വിഷയമാണ്. അതിലെ ഏതാനും ഘടകങ്ങൾ മാത്രമേ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൂ. തുടർന്നുള്ള എപ്പിസോഡുകളിൽ മറ്റ് ചോദ്യങ്ങളുടെ ഉത്തരം എന്ന നിലയിൽ വീണ്ടും ചർച്ച ചെയ്യാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.